ഇന്നത്തെ വീഡിയോ Q&A. സോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു. കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും എല്ലാത്തിനും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നല്ല നല്ല ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും. ലവ് മാരേജ്, ലവ് സ്റ്റോറി പറയുമോ, ഇനി കുട്ടികൾ വേണ്ടേ, അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, ഇനി കുട്ടികൾ വേണ്ടേ എന്നുള്ളത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോജ് ചേട്ടൻ്റെ ക്യാമറ ഭയങ്കര രസമാണ്, അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇന്ന് ക്യാമറാമാൻ മനോജിനോടൊപ്പമാണ് ശ്രീകുട്ടിയുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്ഥിരം കമൻ്റ് ഇടുന്ന ഒരാളാണ് അരുണിമ. ക്വസ്റ്റ്യൻ നമ്പർ 1, മനോജ് ചേട്ടൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി കുറച്ച് നമുക്ക് നടന്നുകൊണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം. വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞ് സ്വന്തം വീടിന് പോകുമ്പോൾ ഉറപ്പായും ചേഞ്ച് കാണുമല്ലോ. ഞാൻ പറഞ്ഞുതരാം ഒരു അനുഭവം. ഒന്ന് വേറെ നല്ല ഗുണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ചൂട് വെച്ചിരുന്നു പറഞ്ഞ് ഇങ്ങനെ ചൂട് വെച്ചു, അവിടെ എല്ലാം പൊള്ളി ഇങ്ങനെ തടിച്ചിങ്ങനെ വന്ന് ഏറ്റവും വിഷമമായി. ഞാൻ കരയൊക്കെ ചെയ്തു ഉണ്ട്, പക്ഷെ ഞാനത് കാണിക്കത്തില്ല കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കാണുമ്പോൾ ചിലപ്പോൾ അത് വിഷമമായേക്കാം, അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആ ഫോട്ടോസ് കാണിക്കില്ല. മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചില്ലേ? കഴിച്ചു. അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചതാണോ വെറുതെ ചോദിച്ചാണോ അറിയില്ല, എന്തായാലും കഴിച്ചു. അത് വേദ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദ പറഞ്ഞ് ഒരു പരദൂഷണം അമ്മായിയമ്മ, ഈശ്വര അമ്മായിയമ്മ കേൾക്കണ്ട. ചില വഴക്കൊക്കെ ചെറിയ രീതിയിൽ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ടെൻഷനാവും, അയ്യോ 5 കൂടി. മാരേജ് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ? മാരേജ് വീഡിയോ ആയിട്ടൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പക്ഷെ ഞാനത് അപ്ലോഡ് ചെയ്യൂല. നെക്സ്റ്റ്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുവാണെങ്കിൽ എവിടെ ആയിരിക്കും ചൂസ് ചെയ്യുക? മാരേജ് ഫസ്റ്റ് ഡേ കള്ളിക്കാട് നിന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. വീഡിയോ എടുത്തോണ്ടിരിക്കണം, അപ്പോൾ പിന്നെ പൊക്കി പറയണ ശരിയല്ലല്ലോ. ഞാനും ഏട്ടനും കൂടി തന്നെയാണ്, ഏട്ടൻ തന്നെയാണ് കൂടുതൽ. വേദയുടെ സ്റ്റഡീസിന് ശേഷം വേദയെ അഭിനയിക്കാൻ വിടുമോ? കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മായിയമ്മ പോരൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ എങ്ങനെ പ്രതികരിക്കും? എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ആ വ്യക്തിയോടും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. നോ പറയേണ്ടടുത്ത് പറയുമ്പോൾ അത് അഹങ്കാരമാണെന്ന് കരുതുന്നവർ ഉണ്ടാകും. അഹങ്കാരി എന്നുള്ളൊരു പേര് എല്ലായിടത്തും, വീട്ടിൽ തന്നെ എല്ലാവരും വിളിക്കുന്നത് തന്നെ അഹങ്കാരി എന്നാണ്. ഒരു ടൈം ട്രാവൽ പോലെ പാസ്റ്റിലേക്ക് പോകാൻ പറ്റിയാൽ ഈ ഒരു കാര്യം മാറ്റി ചെയ്യാം, അങ്ങനെ തോന്നുന്ന ഒരു കാര്യം എന്താകും? അച്ഛനും അമ്മയുടെ സമ്മതത്തോടു കൂടി ഈ ഒരു കല്യാണം തന്നെ നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഇതുവരെ അങ്ങനൊരു പ്ലാനിങ് ഒന്നുമില്ല. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഒരുപാട് കാശ് ഞാൻ അതിന് ചിലവാക്കാറില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ അധികം സാധനങ്ങളും ഇല്ല. ഫുൾ എത്ര ചിലവായി എന്നറിഞ്ഞാൽ കൊള്ളാം ശ്രീകുട്ടി. പിന്നെ എക്സ്ട്രാ നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരാൾ. ഈ ആള് നേരത്തെ കമൻ്റ് ഇട്ടില്ലേ, ആസ് എ വുമൺ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതൊരു ഭയങ്കര ഒരു പവറാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ 10 രൂപ എടുക്കാനുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസിനുള്ള ആൻസറായിട്ട് വരാം.